പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. എന്തൊരു മണ്ടിയാ ഞാൻ. വെറുതെ മോഹനേട്ടന്റെ പിറകെ നടന്ന് ഇവരെ തമ്മിൽ തെറ്റിക്കാൻ നോക്കി. കാര്യങ്ങളൊക്കെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. എന്റെ എത്ര നാളാ വെറുതെ പോയത്. ഇവരെ ഞാൻ എന്റെ വരുതിയിൽ വരുത്തിച്ചോളാം. നിങ്ങളെന്താ എവിടെക്കണേ? ഞാൻ ഏടത്തേക്ക് ഫ്രൂട്ട്സും കൊണ്ടുവന്നതാ. ഫ്രൂട്ട്സോ? ആ, ഏടത്തി പ്രഗ്നന്റ് അല്ലേ, അപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാലോ. കഴിക്കണ്ടേ? എന്നിട്ട് കൊടുത്താ? ആ, കൊടുത്തു. എന്നാ പോയിക്കോ. അഞ്ചു ചേച്ചി എവിടെ വന്നേ? പ്രായശ്ചിത്തം ചെയ്യാൻ വന്നതാ. പ്രായച്ചിത്താ? ഇത് പ്രായശ്ചിത്തത്തിന്റെ സീസൺ ആണല്ലോ. എന്റെ കെട്ടിയോൻ പ്രായശ്ചിത്തം ചെയ്യുന്നു, ഇപ്പൊ അവള് വന്ന് ചെയ്യുന്നു. ആര്? അഞ്ചു ചേച്ചിയാ? ഞാനും അങ്ങേരുമായിട്ടുള്ള പ്രശ്നം തീർന്നോന്നറിയാൻ ഇതേ കുറെ ആപ്പിളും മുന്തിരിങ്ങയൊക്കെ ആയിട്ട് വന്നേക്കുക. ചിരിച്ചോണ്ടാ പറഞ്ഞതെങ്കിലും അവളുടെ ഉള്ളിലിരിപ്പ് എന്താന്ന് എനിക്ക് അറിയാം. പിന്നെ അവള് നല്ലപോലെ പേടിച്ചിട്ടുണ്ട്. ഇനി നീ അവളെ ഉപദ്രവിക്കാനൊന്നും പോണ്ട കേട്ടോ. ആ ഇല്ല ചേച്ചി. നീ പ്രകാശനെ കണ്ടെന്ന് സംസാരിക്കണം. ഇവളിങ്ങനെയൊക്കെ ആണെങ്കിലും ഇവളവൻ്റെ ഭാര്യയല്ലേ, അവനോടൊരു സോറി പറഞ്ഞേക്ക്. ഞാൻ പ്രകാശ് ചേട്ടൻ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഞാൻ സോറി പറഞ്ഞോളാം. പിന്നൊരു കാര്യം, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കൈവെക്കാൻ നിൽക്കരുത്. ഒന്നുമില്ലെങ്കിൽ അവള് നിന്നെക്കാളും മൂത്തതല്ലേ. അവരെന്നോട് എന്താ പറഞ്ഞെന്ന് ചേച്ചി അറിയാത്തോണ്ടാ. അത് ഞാൻ പറയുന്നുമില്ല. ചേച്ചി അതറിഞ്ഞ അവരെ വെട്ടിക്കേറി അടപ്പിൽ വെക്കും. എനിക്കറിയണ്ട. ഇനി എനിക്ക് വയ്യ പുതിയ പ്രശ്നങ്ങളുടെ പുറകെ പോവാൻ. അടുത്ത് കഴിക്ക്. ഓ, ആവണി പൊന്നു ഞാലടിക്കാം നിന്നെ ഞാൻ ആയിരം എന്റെ മൂടൊക്കെ മാറിയാ? ആ, മാറി. ചിരിക്കണ്. എനിക്കെന്താ ചിരിച്ചൂടെ? അമ്മ ചിരിച്ചോ? ഞങ്ങള് പോയപ്പില്ല ചിരി ഇപ്പൊ ഇങ്ങനെ മുഖത്ത് വന്നെന്നാ പ്രകാശം ചോദിച്ചത്. അഞ്ജുവിന്റെ കൂടെ ദേവുണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല. അഞ്ജു മനസ്സിലൊന്ന് ആഗ്രഹിച്ച അതിനുള്ള ഐഡിയാസ് ഒക്കെ എനിക്ക് ദൈവം തരും. അങ്ങനെ ഒരു ഐഡിയയും കിട്ടി, ആളെയും കിട്ടി. നിന്റെ കൂടെ മാത്രമല്ല ദൈവം, എന്റെ കൂടെ ഉണ്ട്. എനിക്ക് എപ്പം നിനക്ക് രണ്ടെണ്ണം തരാൻ തോന്നിയാലും ആരെങ്കിലും വന്ന് രണ്ടെണ്ണം നിനക്കിട്ട് കൊടുക്കും. ഇപ്പൊ ത്രിവേണിയുടെ നിന്ന് കിട്ടിയില്ലേ, അതടക്കം. കിട്ടിയതൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കിട്ടിയതും ഞാൻ തിരിച്ചു കൊടുക്കും. അപ്പൊ ഇനിയും വാങ്ങിച്ചു കിട്ടും അല്ലേ? കുറച്ച് കാലം എടുക്കും ദേവു. ഇല്ല, നിങ്ങൾ കണ്ടോ, ഇനി ത്രിവേണി എന്റെ നേർക്ക് കൈ ഓങ്ങിയ അത് തടുക്കുന്നത് അവളുടെ ചേച്ചി ആവണിയായിരിക്കും. അതിനുള്ള ശ്രമമൊക്കെ ഞാൻ തുടങ്ങി. പ്രകാശ് ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം പറയാൻ? ആ, ഇവിടെ ഉണ്ടായിരുന്ന? ആ, ഉണ്ട്. എന്താ ത്രിവേണി കാര്യം? ചേട്ടാ, ഞാനും ചേച്ചി തമ്മിലുള്ള പ്രശ്നം ചേട്ടൻ അറിഞ്ഞല്ലോ. അതറിഞ്ഞിട്ടും ചേട്ടൻ എന്നോടൊന്നും ചോദിച്ചില്ല. ചേട്ടൻ എന്തിനു ചോദിക്കണം? എനിക്ക് പരാതിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ചേച്ചിയോടല്ല ചേട്ടനോടാ സംസാരിക്കുന്നത്. ചേട്ടാ, കൊച്ചു നിൽക്കുന്നോണ്ട് ഞാൻ ചേട്ടനോട് കാര്യം പറയുന്നില്ല. എന്നാൽ ഞാൻ ചേട്ടനോട് സോറി പറയാം. ഇവര് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അത്രയും ദേഷ്യം വന്നു. അതോടെ ഞാൻ അങ്ങനെ പെരുമാറിയേ. ഇതെങ്ങാനും എൻ്റെ ചേച്ചിയോട് ഇവർ പറഞ്ഞിരുന്നെങ്കിൽ ഇവരെ കത്തിച്ചേനെ. ഇനി എനിക്കൊരു പ്രശ്നത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് ചേട്ടൻ ഇവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അത്രയും മോശമായിട്ടാ ചേട്ടാ ഇവർ സംസാരിച്ചേ. ഇനി ഇതുപോലെ വല്ലതും ഇവർ പറഞ്ഞാ ഞാൻ ഇതിലും ഭീകരമായിട്ടായിരിക്കും പ്രതികരിക്കാൻ പോണേ. സോറി ചേട്ടാ.
എന്തേ? നീ കുറച്ചു മുമ്പ് എന്നോട് എന്താ പറഞ്ഞേ? ത്രിവേണി വന്ന് തല്ലുമ്പോ ഏട്ടത്തി തടയുന്ന. എന്തായാലും തല്ലിട്ടേണ്ട കാര്യമാണ് നീ ഒപ്പിച്ചു വെച്ചെന്ന് മനസ്സിലായി. പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തേ ബാക്കിയുള്ളവർ ചെയ്ത് കാണുമ്പോൾ ഒരു സന്തോഷം. എന്തായാലും ഞാൻ നിന്നെ തടയണില്ല, നീ ഓടി നടന്ന് വാങ്ങിച്ചു. അതെ വാ. എടി ക്രിമിവേണി, നിന്നെ നിന്റെ ചേച്ചിയെ ഞാൻ തമ്മ തല്ലിക്കും. നീ കണ്ടോ? അഭി, മാളു, എന്താച്ചാ? നിങ്ങൾ വിളിച്ചപ്പോ ബാക്കിയുള്ളവരും കൂടെ വന്നാ. അതേതായാലും നന്നായി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം പറച്ചാ. ഈ വീട്ടിലെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. എല്ലാരും എന്തിനാ എന്നെ നോക്കുന്നേ? അല്ല, അച്ഛൻ പറഞ്ഞ നെഗറ്റീവ് ആയി വന്ന്. ഞാൻ വല്ലതും പറഞ്ഞ കൂടി പോകട്ടോ. എന്തായിട്ടാ കാര്യം? ഇവിടെ ഒരു കുഞ്ഞെ നിൽക്കാൻ ഇനി അധികം നാളുകളില്ല. അമ്മ മരിച്ചതിന് ശേഷം ഈ വീട്ടിൽ നിലവിളക്ക് കത്തിച്ചിട്ടുണ്ടോ? ഒരു നിലവിളക്ക് വെക്കാതെ എങ്ങനെ മഹാലക്ഷ്മി വരും? മഹാലക്ഷ്മിയോ? അതാരാ? എടാ, ഐശ്വര്യം. അതുകൊണ്ട് ഇന്നു മുതൽ ഈ വീട്ടിൽ വിളക്ക് കത്തിക്കണം. ത്രിവേണിയുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാറില്ലേ? ആ ഉണ്ടല്ലോ. അത് ശരി. അപ്പൊ അവിടെ മാത്രം മതിയായി ഈ ഐശ്വര്യമൊക്കെ? ഇവിടെ വേണ്ടേ? ആവണിക്ക് കുഞ്ഞ് ജനിക്കാൻ പോവാ. അതുകൊണ്ട് ഈ വീട്ടില് എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ടാവണം. മക്കളെ, വിളക്കെടുത്ത് തേച്ചു കൊടുക്ക്. ഇന്ന് തന്നെ വിളക്ക് എത്തിച്ചു കൊടുക്കണം. അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് പറയാനാ നിങ്ങളെ ഞാൻ വിളിച്ചേ. ആവണി എവിടെ തരുവേണം? ചേച്ചി മോളിൽ കിടക്കുക. കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല. ശരിയാന്നാ. അപ്പൊ വിളക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയേക്കും. ഇനി നമ്മളെന്തിനാ ഇവിടെ നിൽക്കുന്നത്? വാ പോ. എല്ലാരും ഒന്ന് നിന്നേ. നെഗറ്റീവ് വൈബ് എന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടി അതിന് എന്നെ നോക്കിയത്? ഏയ് ഒന്നുമില്ല, വെറുതെ. വളച്ചിലെടുക്കല ചക്ക. കുഞ്ഞമ്മ, അതിന് ഞങ്ങൾ മാത്രമൊന്നുമല്ലേ നോക്കിയത്? കൊച്ചിച്ച നോക്കിയില്ലേ? കൊച്ചിച്ച നോക്കിയാണ് ഞങ്ങൾ നോക്കിയത് അല്ലേ കൊച്ചിച്ച? കുഞ്ഞമ്മ കൊച്ചിച്ചിനോട് ചോദിക്കേ. ഞങ്ങൾ എന്താ പോട്ടെ? ശരി. എനിക്ക് നെഗറ്റീവ് എനർജി അല്ലേ, എന്റെ അച്ഛനെ ഞാൻ കാണിച്ചു തരാം. കൊച്ചിച്ച സോറി. എടി, നിക്ക്. അച്ഛൻ്റെ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ പണിയൊക്കെ നമുക്കിട്ടിട്ടാണല്ലോ. ദൈവമേ, ഈ നമ്മൾ വരച്ചാൽ വെളുക്കുവോ? ആർക്കറിയാനാ? എനിക്ക് പറഞ്ഞു. നല്ല പണിയിലാണല്ലോ. നോക്കി നിൽക്കാതെ സഹായിക്കച്ചാ. നീയൊക്കെ കൂടിയേ എന്നെ അഞ്ജുന്റെ മുന്നിലിട്ടിട്ട് വന്നതല്ലേ? പണിയെടുക്ക്. ഇതോടെ അങ്ങനെ തേക്കേ. വെൽക്കട്ടെ. അത് കൊച്ചച്ച കുഞ്ഞമ്മ ചോദിച്ചപ്പോ പെട്ടെന്നൊരു ആൻസർ കിട്ടിയില്ല. അപ്പൊ നോക്കിയപ്പോ കൊച്ചച്ചനെ കണ്ട്, അതുകൊണ്ടാ പറഞ്ഞു. ക്ഷമിക്കേ. ഇത്ര നേരായിട്ടേ എനിക്ക് ചെവിക്ക് സൗകര്യം തന്നിട്ടില്ല അവള്. ഒന്നും കൂടി പണിയെടുക്ക്. നോക്കി കണ്ട് തേക്കടി. എന്തായി വിളക്കിന്റെ കാര്യം? അച്ഛ ഇത് വെളുക്കുന്നില്ല. അതല്ലെങ്കിലും വെളുക്കൂല, അത് തിളങ്ങുള്ളൂ. എനിക്ക് തേക്ക്.
ഞാനും അതാ ചേട്ടാ പറഞ്ഞോണ്ടിരിക്കണേ, നല്ലോണം തേക്കി. ഞാൻ എന്തോന്ന് പറയായിരുന്നു. എടാ ഈ വിളക്ക് കത്തിക്കാൻ എണ്ണ തിരിയൊക്കെ വേണോ? ആ പിന്നെ വേണ്ടേ? വേണോ അല്ലേ? പോയി മേടിക്കണ. ഞാനാ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഈ വീട് മൊത്തം തുടച്ചടിച്ചിട്. ഞാൻ പോയി ഈ പറഞ്ഞ എണ്ണയും തിരിയൊക്കെ മേടിച്ചോണ്ട് വരാം. എന്തിന്? തിരി ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ പോരാ. എടാ നീ വെള്ളത്തിലിട്ട് കളിക്കാണ്ട് നീ ആ വിളക്കെടുത്ത് തേച്ചൊരിച്ച് കഴുകും. എന്താ വലിച്ച കഴുകാൻ കൂടുക പ്ലീസ്. നീ എന്നെ ഇട്ട് പതപ്പിക്കാണ്ട് നീ ഇതിട്ട് പതപ്പിക്കും. നിറച്ച് പതയാവുണ്ട് ഇവിടെ. പ്ലീസ് വലിച്ച വാ. മതി, നീ ഇരുന്ന് കഴുകാൻ നോക്കി. എനിക്കവിടെ 100 കൂട്ടം മണിയോടെ കിടപ്പുണ്ട്. എന്തുവാ ആ തിളങ്ങണ്ടല്ല, ഇതുപോലെ വേണം കഴുകാൻ. എടാ ആത്മാർത്ഥമായിട്ട് കഴുകടാ. ഞാൻ വരും ഇപ്പൊ. അച്ഛന് പറഞ്ഞാ പോരെ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം അമ്മ മരിച്ചിട്ട് ഇത്രയും ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ വിളക്കും കത്തിച്ചിട്ടില്ല, നാമം ജപിച്ചിട്ടില്ല. ഇനി അത് പാടില്ല. ഇനി തൊട്ട് എല്ലാ ദിവസവും വീട്ടിൽ വിളക്ക് കത്തിക്കണം, നാമവും ജപിക്കണം. അതാണൊരു വീടിന്റെ ഐശ്വര്യം. നമ ദേവവൃന്ദം ലസദ്വേതകന്തം ശിര ശ്രീമദിന്ദും ശ്രുത ശ്രീമുകുന്ദം. നമ ദേവവൃന്ദം ലസദ്വേതകന്തം ശിര ശ്രീമദിന്ദും ശ്രുത ശ്രീമുകുന്ദം. ബൃഹത് ചാരുശുണ്ഡം സ്തുത ശ്രീസനന്ദം ജടാഹേന്ദ്രകന്തം ഭജേഭീഷ്ടസന്തം കിലേ ദേവഗോത്രം കനദ്ദേമഗാത്രം സദാനന്ദമാത്രം മഹാഭക്തിമിത്രം. നമ ദേവവൃന്ദം ലസദ്വേതകന്തം ശിര ശ്രീമദിന്ദും ശ്രുത ശ്രീമുകുന്ദം. ശരच्चन्द्रवक्त्रं त्रयीभूतपात्रं समस्तार्तिदात्रं भजे शक्तिपुत्रं गलदानमालं चलद्भोगिमालं गलाम्भोदकालं सदा दानशीलं. नम ദേവവൃന്ദം ലസദ്വേതകന്തം ശിര ശ്രീമദിന്ദും ശ്രുത ശ്രീമുകുന്ദം. സുരാരാധികാലം മഹീഷാത്മബാലം ലസത്പുണ്ഡ്രഭാനും ഭജേ ലോകമൂനം പുരസ്താരഹാരം ശരच्चन्द्रहीरं सुरश्रीविचारं हृदार्तारिभारम्.
ചേട്ടൻ അച്ഛനോട് കാര്യമൊന്നും പറഞ്ഞില്ലേ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അറിയില്ല, വാ പോയി നോക്കാം. ആവണി, മോളെ ആവണി. അച്ഛാ, ഇതെന്താ ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്യാതെ വന്നേ? എന്താ മോളെ പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? ആവണി, നീ കള്ളം പറയരുത്. ഇല്ല അച്ഛാ, ഇവിടെ ഒരു പ്രശ്നമില്ല. പ്രശ്നം ഒന്നും ഇല്ലഞ്ഞിട്ടാണോ മോഹനം വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് ഇവിടെ വരാൻ പറഞ്ഞത്? മോഹനേട്ടൻ അച്ഛനെ വിളിച്ചോ? ആ, പ്രശ്നം എന്താണെന്ന് അറിയാത്തോണ്ടാ ഞാൻ അമ്മയും കൂട്ടി വരായിരുന്നത്. രണ്ടുപേരും കൂടി വരാനാ മോഹനം പറഞ്ഞേ. എന്നോട് അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഞാൻ എവിടെയാണെങ്കിലും അത്യാവശ്യമായിട്ട് ഇവിടെ വരണമെന്ന് പറഞ്ഞു. കാര്യം ചോദിച്ചപ്പോൾ വന്നിട്ട് പറയാമെന്നാ പറഞ്ഞത്. അപ്പപ്പാ എപ്പ എത്തി? ഇപ്പൊ വന്നോളൂ മക്കളെ. എടി, നിന്റെ അച്ഛനോട് പോയതാ? പുറത്തെവിടെ പോയതാമ്മ? വിളിച്ചിട്ട് അപ്പൂപ്പനെ അമ്പിളിച്ചേട്ടനും വന്നിട്ടുണ്ടെന്ന് പറ. എൻ്റെ ഫോണ് മേലെ ഉണ്ട്, ചെല്ല്. ആവണി, മോളെ സത്യം പറ. അച്ഛ, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. എന്തായാലും അങ്ങേര് വരട്ടെ, നമുക്ക് ചോദിക്കാം എന്താന്ന്. ചേടാ, എനിക്ക് എൻ്റെ മോളെ കാണാൻ വന്നൂടെ? എനിക്ക് അവളെ കാണണം തോന്നി, ഞാൻ വന്നു. അടുത്ത വരവിൽ നമുക്ക് ഒരുമിച്ച് വരാം. ആ, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കണം. ആ, ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. പറയാണ്ട് വന്ന എൻ്റെ ദേഷ്യ അമ്മയ്ക്ക്. അങ്ങോട്ട് ചിലത്തെ ശരിയാക്കി തരാമെന്ന്. മോഹനം പിടിച്ച കാര്യം എന്താണെന്ന് അറിയാണ്ട് ഞാൻ എങ്ങനെയാ അമ്മോട് പറയണേ? ആ, അച്ഛൻ വന്നോ? എന്താ മാളു അച്ഛൻ വന്നിട്ട് പറയാഞ്ഞേ? ഞാൻ അച്ഛനെ വിളിച്ചതാ, പക്ഷെ കിട്ടിയില്ല. അച്ഛൻ മാത്രമേ ഉള്ളൂ, അമ്മ വന്നില്ലേ? ഇല്ല, വന്നില്ല. ഞാൻ അമ്പിളിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ, അമ്പിളി ചേട്ടൻ വന്നു. പുറത്തേക്ക് പോയേക്കാം. എന്തിനാ മോൻ വരാൻ പറഞ്ഞേ? പേടിക്കാനൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് വന്ന് നിങ്ങളെ കാണണമെന്നാ കരുതിയിരുന്നത്. പിന്നെ വിചാരിച്ചു നിങ്ങൾ തന്നെ ഇങ്ങോട്ട് വരുന്നതെന്നല്ല. മോഹനൻ ഇപ്പോഴും കാര്യം പറഞ്ഞില്ല. അച്ഛൻ, ഒരു മകനും ഒരച്ഛനോടും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഞാൻ അച്ഛനടുത്ത് ചെയ്തു. അച്ഛനെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു, പോലീസിനെ കൊണ്ട് തല്ലിച്ചു. അച്ഛനെ അന്നേ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അതെല്ലാം എൻ്റെ ഉള്ളിൽ വിഷം ചെയ്ത. അതിനെല്ലാത്തിനും കൂടി അച്ഛനോടും അമ്മയോടും ക്ഷമ ചോദിക്കാനാണ് ഞാൻ വിളിപ്പിച്ചത്. ഇറക്കി വിട്ട് ഞാൻ തന്നെ നിങ്ങളെ തിരിച്ചു വിളിക്കണം തോന്നി. അതല്ല അച്ഛാ അതിന് ശരി. ഇത്രയുള്ള കാര്യം അച്ഛനൊന്ന് മനസ്സിൽ വെച്ചേക്കരുത്. എന്നോട് ക്ഷമിക്കണം. എന്തെങ്കിലും കുഴപ്പമുണ്ടാവുന്ന കരുതിയിട്ടാണല്ലേ അച്ഛനമ്മ വിളിക്കാഞ്ഞ്? കുഴപ്പമില്ല, അച്ഛൻ അമ്മേനെ വിളിച്ചോണ്ട് പറഞ്ഞു കേട്ടോ. അച്ഛൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല മോനെ. അച്ഛനെ താഴോട്ട് വാ, ഞാൻ താഴെ ഉണ്ടാവും. മോളെ, നീ പറയണതൊക്കെ സത്യമാണോ? സത്യമാണ് അച്ഛാ. മോഹനേട്ടൻ ഇപ്പൊ പഴയ മോഹനേട്ടനല്ല, ഒത്തിരി മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ നടന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല അച്ഛാ. ഞാനും പ്രതീക്ഷിച്ചില്ല. അവനെ വിശ്വസിക്കാമോ മോളെ? അപ്പപ്പാ, അച്ഛനെ എന്തായാലും വിശ്വസിക്കാം. അച്ഛൻ വാ, ഭക്ഷണം കഴിക്കാം. ഞാൻ എടുത്തു വയ്ക്കാം.
ആവണിക്ക് ഇതുവരെ വിശ്വാസമായില്ല അല്ലേ മോളെ? ഇല്ല അച്ഛാ. അച്ഛൻ വാ, നമുക്ക് കഴിക്കാം. പെൻഡിങ് വർക്കൊക്കെ തീർന്നു സാർ. അത് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ. ആ വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പിയാണ് സാർ. ഓക്കെ സാർ. ശരി സാർ, താങ്ക് യു. ആ അമ്പിളി, നീ ഇതെന്ത് ഫ്രണ്ടാടാ? എടാ നിന്നോടാ ചോദിച്ച, നീ അവളുടെ എന്ത് ഫ്രണ്ടാണ്? എന്താ എന്താ ഏട്ടാന്ന് നിനക്കൊന്നും അറിയാത്ത പോലെ. എടാ അവനിവിടെ സുഖമില്ലാണ്ടിരിക്കണല്ലേ, ഇനി അധികം നാളില്ല അവള് ഡെലിവറി ചെയ്യാൻ വേണ്ടി. നിനക്ക് ഇടക്ക് വന്നൊന്ന് അന്വേഷിച്ചൂടെ? അതോ ഇനി അത്ര പോലും സമയം നിനക്കില്ലേ? സമയമൊക്കെ ഉണ്ട്. ഞാനിവിടെ ഒന്ന് വെറുതെ പ്രശ്നം ഉണ്ടാന്ന് വെച്ചിട്ടാ. എന്ത് പ്രശ്നം? എടാ ഞാനല്ലേ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. പിന്നെ പ്രശ്നം അത് സംശയത്തിന്റെ പുറത്തുണ്ടായതല്ലേ. ആരുടെ സംശയം? എന്റെ സംശയം, പിന്നെ രണ്ട് അപ്പുറത്തുള്ള ആളുടെ സംശയം. എന്താടാ, നിനക്കിനി എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, ആവുനെ കാണാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഞാൻ നിന്നോടൊരു നന്ദി പറയണം. എന്തിനെന്ന് ചോദിച്ചാ, ഞാൻ ആവണയായിട്ട് സംസാരിക്കാതിരുന്ന സമയത്ത് ആവണയെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയതും ഒക്കെ നീയല്ലേ. ഒരുപാട് നന്ദിയുണ്ട്.